ഇന്ന് സ്കൈ വാച്ച് ചെയ്യാൻ എനിക്കൊപ്പം ഉള്ളത് ആതിര സരസ്വതാണ്. ആതിര, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് സേതു, ഹാപ്പി ന്യൂ ഇയർ. പ്രേക്ഷകരെ, ഇന്ന് പുതുവർഷമാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതേസമയം വടക്കൻ ജില്ലകളിൽ മഴ പെയ്യില്ല എന്നാണ് മുന്നറിയിപ്പുള്ളത്. തുലാവർഷ സീസൺ ഇന്നലെ കൂടെ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ തുലാവർഷ മഴയുടെ അളവിൽ വളരെയധികം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 388.3 മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ തുലാവർഷ സമയത്ത് കേരളത്തിൽ ലഭിച്ചത്. 491.9 മില്ലിമീറ്റർ മഴയായിരുന്നു ലഭിക്കേണ്ടത്. സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ വളരെയധികം കുറവാണ് ഈ വർഷത്തെ തുലാവർഷ മഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ താപനില പരിശോധിക്കുമ്പോൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ താപനില പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടിയ താപനില പൊന്മുടിയിൽ 29 ഡിഗ്രി സെൽഷ്യസ് ആണ്. 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കുറഞ്ഞ താപനില. മൂന്നാറിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. 12 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കുറഞ്ഞ താപനില. പുലർച്ചെയും വൈകുന്നേരങ്ങളിലും മൂന്നാറിൽ കനത്ത മൂടൽമഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. 16 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് വയനാട് അനുഭവപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനില. അപ്പോൾ സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴ പ്രതീക്ഷിക്കാം. അതേസമയം വടക്കൻ ജില്ലകളിൽ മഴ പെയ്യില്ല എന്ന മുന്നറിയിപ്പുമാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി സേതുലക്ഷ്മിയിലേക്ക്.